എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. ചതയം നക്ഷത്രക്കാരുടെ മെയ് 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചതയം നക്ഷത്രക്കാരുടെ മെയ് 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Three of Swords, King of Pentacles, Emperor, King of Cups, Knight of Cups and Nine of Pentacles. വളരെ പോസിറ്റീവ് എനർജിയാണ് ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. ഈ മാസം ത്രീ ഓഫ് സോഡ്സ് ആൻഡ് നൈറ്റ് ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. ഈ മാസം തുടക്കത്തിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതായത് ചെറിയ പനിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും അത് പെട്ടെന്ന് തന്നെ മാറി പിന്നെ മുന്നോട്ടേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ഈ ഒത്തിരി എനർജറ്റിക് ആയിട്ടുള്ള ഒരു സമയമാണ്. വളരെ ഹാപ്പി ആയിട്ട് വളരെ ജീവിതം ആസ്വദിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു സമയം, ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ഒത്തിരി ധൃതി കൂടുതലുള്ള സമയമായിരിക്കും. എല്ലാ കാര്യത്തിനും ഒത്തിരി ഭയങ്കര പെട്ടെന്ന് എല്ലാം ചെയ്ത് തീർക്കണം എന്നുള്ളൊരു ധൃതി കൂടുതലുള്ള സമയമാണ്. വളരെ ഡിറ്റർമൈൻഡ് ആയിട്ടും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കണം, പെട്ടെന്ന് ചെയ്തെടുക്കണം എന്നുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട്. വളരെ കോമ്പറ്റീറ്റീവ് ആയിരിക്കും ഈ ഒരു സമയത്ത്. പ്രത്യേകിച്ച് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കുന്ന സമയമാണെങ്കിൽ വിജയസാധ്യതകൾ വളരെ കൂടുതലാണ്. കോമ്പറ്റീഷനിലൊക്കെ സാധ്യതകൾ വളരെ എക്സലൻറ്റ്. എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സാധ്യതകളുള്ള ദിവസം, ഓരോ ദിവസവും ഓരോ സാധ്യതയായിട്ടാണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു മാസത്തിൽ. അപ്പോൾ ആ ഒരു ഡിറ്റർമിനേഷനും പാഷനും ഒക്കെ വളരെയധികം കൂടുതലാണ്. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് എനർജി, അതായത് നിങ്ങളുടെ എനർജി സ്കാറ്റേർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ വളരെ ഡിസ്ട്രാക്റ്റഡ് ബ്ലോക്ക്ഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ചില കുറച്ച് മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓവർലി സോഷ്യൽ ആവാതിരിക്കുക. ഭയങ്കരമായിട്ട് സോഷ്യലി കണക്റ്റഡ് ആവും. മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് കുറച്ച് മാറി നിങ്ങളുടെ എനർജി റീചാർജ് ചെയ്യുക എന്നുള്ളത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിരിക്കും ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും, ഇപ്പോൾ ജോലിയാണെങ്കിൽ, വിദ്യാർത്ഥികളാണെങ്കിൽ പഠിക്കേണ്ട കാര്യങ്ങൾ, മറ്റ് പല കാര്യങ്ങളിൽ ഫോക്കസ് ഉണ്ടാകും. കരിയർ, എഡ്യൂക്കേഷൻ, പല കാര്യങ്ങളും. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ, നിങ്ങളുടെ ഹോബീസ്, നിങ്ങളുടെ പാഷൻ, അതിലൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഒരു മാസമായിരിക്കും. മുന്നോട്ടേക്കുള്ള വർഷവും വളരെ പ്രൊഡക്റ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കഴിഞ്ഞുപോയ കാലത്തിൽ നിൽക്കുന്നില്ല, മറിച്ച് മുന്നോട്ടേക്ക് പോവാണ്, ഫൈറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോവാണ്. അപ്പോൾ കഴിഞ്ഞ കാലത്തിൽ എന്തൊക്കെയും നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതല്ലാതെ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ ജീവിതം ആസ്വദിച്ച് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കിങ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. എംപറർ എനർജി കണക്ഷൻ വളരെ ഒത്തിരി ഉയരത്തിലേക്ക് നല്ലൊരു സ്ഥാനക്കയറ്റം കാണിക്കുന്നുണ്ട്. കരിയറിൽ വലിയ സാധ്യതകളുണ്ട്. എഡ്യൂക്കേഷണൽ രീതിയിലാണെങ്കിലും, ഇപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്നവരാണെങ്കിലും സ്കോളർഷിപ്പ്, മത്സര പരീക്ഷകളിലൊക്കെ വിജയസാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് നിങ്ങൾ ലൈഫിൽ ടേണിംഗ് പോയിന്റിൽ നിൽക്കുന്ന, അതായത് ഇപ്പോൾ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള മൈൽ സ്റ്റോൺ ആണ് നിങ്ങളുടെ ജീവിതത്തിലെങ്കിൽ മത്സര പരീക്ഷകളൊക്കെ വിജയിച്ച് നല്ല സ്ഥാനത്തേക്ക് എത്തുന്നുണ്ടാവാം. എൻട്രൻസ് എക്സാംസും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. അതുപോലുള്ള സിറ്റുവേഷനൊക്കെ കോളേജ് ലൈഫ് വളരെയധികം ആസ്വദിക്കും. അതേസമയം വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകും ഒരേപോലെ ചെയ്യുന്ന ഒരു സമയമാണ്. വീണ്ടും കരിയറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ കരിയറിൽ വളരെ ഉയർന്ന പൊസിഷനിൽ എത്താനുള്ള ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ലൈഫ് ഒത്തിരി ജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നൊരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വളരെയധികം ഉയർന്ന പൊസിഷനിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയുമ്പോൾ
ഇപ്പോൾ ജോലിയിലുള്ളവരാണെങ്കിൽ നല്ലൊരു മാനേജറൽ പൊസിഷൻ, ഹയർ CEO, മാനേജിങ് ഡയറക്ടർ, വൈസ് പ്രസിഡൻറ്റ് അതുപോലുള്ള ലെവലിലേക്ക് പോകാനുള്ള സാഹചര്യം നിങ്ങളുടെ പൊസിഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലറിക്കൽ പോസ്റ്റിലാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് മാനേജർ പൊസിഷനിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാവാം ഇത് സൂചിപ്പിക്കുന്നു. ഏത് പൊസിഷനിലാണെങ്കിലും മറ്റുള്ളവരോട്, മറ്റ് സഹജീവികളോടുള്ളൊരു ദയാദാക്ഷിണ്യവും കാരുണ്യവും ഒക്കെ എപ്പോഴും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ്. അപ്പം ജോലിയുടെ അപ്പുറത്തേക്ക് നിങ്ങൾ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംഘടനയോടൊക്കെ ഭാഗമാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം റെസ്ക്യൂ ഡോഗും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ റെസ്ക്യൂ ആനിമൽസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അങ്ങനെ ഒരു സാഹചര്യമാവാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിവിടെ സൂചിപ്പിക്കുന്നത്. വളരെയധികം ഇമോഷണലി മറ്റുള്ളവരായിട്ട് കണക്റ്റഡ് ആവാൻ പറ്റുന്ന സമയമാണ്. അതേപോലെ തന്നെ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഓവർഫ്ലോയിങ് അബണ്ടൻസ് ആണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഒരു ഏറ്റവും നല്ലൊരു സമൃദ്ധമായിട്ടുള്ളൊരു വർഷം, അല്ലെങ്കിൽ ഒരു മാസം, മുന്നോട്ടേക്കുള്ള വർഷവും അതുപോലെ തന്നെയാണ് മാസം പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്ന ഒരു മാസമായിട്ട് ഇവിടെ കാണുന്നു. ചില ആളുകളൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിൽ ഓൾറെഡി നിങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. നിങ്ങൾ പുറകോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം നല്ലൊരു ഫീലിംഗ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലൈഫിൽ നിങ്ങൾ എന്താണ് ഡിസേർവ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുന്നൊരു സമയമാണ്. ഇപ്പോൾ അവസരങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. അവസരങ്ങൾ നിങ്ങൾക്കുള്ളത് തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിൽ ചില ഡൗട്ട്സ് ഒക്കെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇതെനിക്ക് പറ്റുമോ, ഇതിന് അർഹരാണോ, അങ്ങനെയൊക്കെയുള്ള ചിന്ത മനസ്സിൽ വളരുന്നുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക, അത് മാറ്റി പിടിക്കുക. അത് നെഗറ്റീവ് വൈബാണ്. അതങ്ങനെയല്ല. നിങ്ങളിതിന് അർഹരാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും ഇവാലുവേറ്റ് ചെയ്ത് നോക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇതിൽ അർഹതയുള്ളത് കൊണ്ടാണ് ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ നിൽക്കുന്നത്. മെറ്റീരിയലിസ്റ്റിക്, അതായത് സാമ്പത്തികം, നമ്മളൊരു സമൃദ്ധി എന്ന് പറയുമ്പോൾ ഒരു സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ മാത്രമല്ല, മറിച്ച് നിങ്ങൾക്ക് ഒരു തൃപ്തികരമായിട്ട്, അപ്പോൾ ഫിനാൻഷ്യലി കുറേ സാമ്പത്തികമായിട്ട് മുന്നേറുന്നത് മാത്രമല്ലാതെ നിങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പം മെഡിറ്റേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിന് ഒത്തിരി സ്വസ്ഥത തരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതും ഇമോഷണലി നിങ്ങൾക്ക് ഒത്തിരി തൃപ്തികരമായിട്ടുള്ളൊരു സമയം കൂടിയിട്ടാണ്. നേച്ചർ, പ്ലാന്റ്സ്, അതായത് പ്രകൃതിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഭൂമിക്ക് വേണ്ടി, നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൂമിക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തി നല്ലൊരു രീതിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് ജീവിതത്തിൽ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ എംപറർ എനർജിയാണ് ആൻഡ് നൈറ്റ് ഓഫ് സോൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ പലരും ഒത്തിരി ആഗ്രഹിച്ച പോലെ ഒത്തിരി ഉയരത്തിലേക്ക് പോകുന്ന സമയമാണ് എന്ന് പറഞ്ഞു. അതുകൂടാണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവുകയാണ് ഈ ഒരു സമയം. പൊതുവെ നിങ്ങൾ കുറച്ച് ബാലിഷമായിട്ട് പെരുമാറുന്നു, എല്ലാം കുട്ടികളിയായിട്ട് കണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ആ ഒരു പ്രായത്തിലുള്ളവരാണെങ്കിൽ, അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. നിങ്ങൾ കുറച്ചുകൂടി മെച്യൂറായിട്ട് പക്വതയോട് കൂടിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നത്. നല്ല സ്ട്രാറ്റജിക്കായിട്ട്, അനലിറ്റിക്കലായിട്ട് നിങ്ങൾ ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്. ആക്ഷൻ എടുക്കുന്നുണ്ട്, ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ. അതേപോലെ തന്നെ പല കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നൊരു സിറ്റുവേഷനാണ്. ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നൊരു സിറ്റുവേഷനാണ് ഈ ഒരു മാസം എന്നുള്ളത്. പിന്നെ വളരെയധികം നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി നല്ല ആളുകൾ, നിങ്ങളെ സ്നേഹിക്കുന്നവർ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നല്ല സോഷ്യലി ആക്റ്റീവായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു മാസം. സോഷ്യലി വളരെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട് ആളുകളായിട്ട്. നല്ലൊരു ഐശ്വര്യവും സമൃദ്ധവുമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം. ഈ ഒരു മാസം തുടക്കത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും മുന്നോട്ടേക്ക് പോകുന്നതോറും വളരെ തൃപ്തികരമായിട്ടുള്ളൊരു സാഹചര്യമാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ മാസത്തിൽ സൂചിപ്പിക്കുന്നത്.
ലൈഫ് നിങ്ങൾ ആഗ്രഹിച്ച ലെവലിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഒത്തിരി തൃപ്തികരമായിട്ടുള്ളൊരു സമയമാണ്. കുട്ടികൾ അച്ഛനമ്മമാർ തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ പോകുന്നുണ്ട്. വീട്ടമ്മമാരെ സംബന്ധിച്ച് പൊതുവെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന മാസമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പണികളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.